വ്യക്തിയുടെ കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിലുള്ള കാര്യത്തിൽ പാർട്ടിക്ക് എന്താണ് കാര്യം എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ പാർട്ടി അതിൽ എന്തിനാണ് പാർട്ടിക്കെതിരായ ആക്രമണം എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നതെന്ന് ചോദ്യമുണ്ട്. താങ്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ എതിരാളികൾക്ക് നേരെ നടക്കുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ചോദ്യം ഞാൻ ഷോൺ ജോർജിലേക്ക് ഇടുകയാണ്. ഷോൺ, ഈ വിഷയത്തിൽ താങ്കളുടെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം ഈ ഘട്ടത്തിലെത്തി വരെ നിൽക്കുന്നത്. താങ്കൾ ഈ പരാതി നൽകുമ്പോൾ ജനപക്ഷത്ത് ആയിരുന്നു, ജനപക്ഷം എന്ന പാർട്ടിയിലായിരുന്നു. ഇപ്പോൾ താങ്കൾ BJP-യിലാണ്. BJP-യിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായി വളർന്നിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് BJP-യുടെ താല്പര്യത്തിന് വേണ്ടി താങ്കളും ഇപ്പോൾ BJP-യുടെ ഭാഗം എന്ന വാദം അത് ശക്തമായി ഉയരുമ്പോൾ അതിനെന്താണ് മറുപടി? ഈ വാദം ഈ ചർച്ച നയിക്കുന്ന വ്യക്തിയാണ് ചോദിക്കുന്നതെങ്കിൽ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എൻ്റെ സഹപാനലിസ്റ്റ് അരുൺ എൻ്റെ പ്രിയ സുഹൃത്താണ്, ഞങ്ങളുടെ സീനിയറാണ്. അദ്ദേഹമാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അവർക്ക് പറയാനൊരു ന്യായീകരണം ഉണ്ടാവും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കൊണ്ടല്ല ഇന്നലെ ഈ കേസിൽ നടപടി ഉണ്ടായതെന്ന് ആദ്യം മനസ്സിലാക്കുക. മറ്റൊന്നുമല്ല, പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഇന്നലെ ആയിരിക്കാം. പക്ഷേ ഇന്നലെ ആ കേസ് കോടതി പരിഗണിച്ചപ്പോൾ ആ ജഡ്ജ് സ്ഥലം മാറിപ്പോയി. ആ ജഡ്ജ് കേസ് ലീവ് ചെയ്തു, അയാൾ ഒഴിവാക്കി. ഒഴിവാക്കിയപ്പോൾ ആ കേസ് ഇന്നലെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന സമയത്ത് CMRലെ ഉദ്യോഗസ്ഥർ അവിടെ പങ്കെടുത്തു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ BJP-യുടെ ഒരു ഇതിൻ്റെ ഡിഫാക്ടോ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് BJP-യുടെ നേതാവാണ്. അതുകൊണ്ട് ഇത് വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നൊക്കെ ആ കോടതിയിൽ ഇവർ സമർത്ഥിച്ചു. അപ്പോൾ കോടതി പറഞ്ഞു സ്റ്റേ ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല, നിങ്ങളുടെ വാദം ഞാൻ കേൾക്കാം. ഞാൻ ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ, കേരള ഹൈക്കോടതിയിൽ ഇതേ വാദം തന്നെയല്ലേ KSADC ഉന്നയിച്ചത്? ഈ അന്വേഷണം നിയമവിരുദ്ധമാണ്, ഇത് തടയണമെന്നും കേരള ഹൈക്കോടതി അംഗീകരിച്ചോ? 2, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് ഇതേ വാദമല്ലേ ഉന്നയിച്ചത്? എന്നിട്ട് അവിടെ ഈ അന്വേഷണം റദ്ദ് ചെയ്തോ? ആ അപേക്ഷയും ഹർജി തള്ളിയില്ലേ? അതേ അപേക്ഷയായിട്ട് വീണ്ടും ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഫയൽ ചെയ്ത സമയത്ത് കോടതിയിൽ വന്നപ്പോൾ ഇത് ഈ അന്വേഷണം നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഗുരുതരമായ ഡാമേജ് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓപ്പൺ കോടതി പറഞ്ഞു, അപ്പോൾ ഈ കേസ് പരിഗണിച്ച് ഇതിൻ്റെ വിധി വരുന്നിടം വരെ നിങ്ങൾ റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ എന്ന് SFIയോട് അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇല്ല, കേസിൻ്റെ വിധി വന്നതിന് ശേഷം റിപ്പോർട്ട് ഫയൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ധാരണയിന്മേൽ, ഒരു പൊതു ധാരണയാണ്, ആ ധാരണയിന്മേലാണ് കേസ് ഇവിടം വരെ പോയത്. ഡിസംബർ 23 ഈ കേസിൻ്റെ ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞു. പക്ഷേ അത് വിധി പറയാൻ മാറ്റിവെച്ചു. കാരണം ജനുവരി മാസത്തിൽ ഇതേ ജഡ്ജ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പ്രമോഷനായി. അപ്പോൾ അയാളുടെ ബെഞ്ച് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി, അദ്ദേഹം വിധി പറഞ്ഞില്ല. അദ്ദേഹം മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ കേസ് ലീവ് ചെയ്തപ്പോൾ നടന്ന സംഭവങ്ങളാണിത്. ഇപ്പോൾ 2 കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാട്, അതിൻ്റെ വേതനം ഒക്കെ ശരിയാണ്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഈ 1,72,00,000 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണം, അതായത് എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എംപവർ ഇന്ത്യയിൽ നിന്നും വീണയുടെ കമ്പനിക്ക് 76 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അതെന്തിനാണ് കൈപ്പറ്റിയത്? അത് വീണയും പറഞ്ഞിട്ടില്ല, ആ കമ്പനിയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരെല്ലാം പറയുന്ന പോലെ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ല സുഹൃത്തെ. കാരണം ഈ 2 കമ്പനിയിലെ ഈ CMR എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി, എനിക്കുൾപ്പെടെ, ഞാനും 3 ഷെയർ ഹോൾഡറാണ് അവിടെ. ആർക്കും ഷെയർ വാങ്ങിക്കാം. എനിക്കൊന്ന് ഞാൻ 265 രൂപയ്ക്കാണ്ടാണ് ഷെയർ വാങ്ങിച്ചത്, ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാനും 3 ഷെയറുള്ള ഒരു ഓഹരി ഉടമയാണ് ആ CMR കമ്പനിയുടെ. ആ കമ്പനിയിൽ 13.4% ഷെയറുള്ള ഒരു സ്ഥാപനമാണ് KSIDC. സ്ഥാപനം എന്ന് വെച്ചാൽ KSIDC എന്ന് പറയുന്നത് കേരള സർക്കാരാണ്, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അങ്ങനെ 13.4% ഷെയറുള്ള KSIDCയിലെ 182 കോടി രൂപ ആ കമ്പനി കൂടി KSIDCയിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയിൽ 182 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതിൽ 2.7 കോടി രൂപ പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെന്ന് പറഞ്ഞാൽ ഇൻകം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ കൃത്യമായി, ആ സെറ്റിൽമെൻറ്റ് ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ എമൗണ്ട് പോയിട്ടുള്ളത് എ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ടു ദ കമ്പനി. എക്സാലോജി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ പ്രിയങ്കനായ മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരാണ്? കാരണം അല്ലെങ്കിൽ പിന്നെയുള്ള പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ മുഹമ്മദ് റിയാസാണ്. അതിപ്പോൾ ഇവിടെ ചാനലിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി, റിയാസാണോ പിണറായിയാണോ? കാരണം ഈ കേസുണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ മുഹമ്മദ് റിയാസ് ആ
വ്യക്തിയുടെ ബന്ധുവല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറയാൻ കഴിയില്ല, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. പക്ഷേ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ, അതിനകത്ത് CMR ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ അതിലെ ആ വിധിയിലെ വാചകങ്ങളാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ആദായ നികുതി നിയമം അനുസരിച്ച് ഒരിക്കൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ പിന്നീട് പ്രോസിക്യൂഷൻ പാടില്ല. എന്നാൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഈ കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് വ്യക്തം. ഇന്നത്തെ ദേശാഭിമാനിയിൽ പറഞ്ഞിരിക്കുന്ന വാദമാണ്. CPM നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാദം. ഇതിന് മറുപടിയുണ്ടോ? അതായത് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ ഒരു റെയ്ഡ് നടക്കുന്നു. അതായത് PCIT കൊച്ചി, പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചിയുടെ നേതൃത്വത്തിൽ CMRൽ നടക്കുന്ന റെയ്ഡിലാണ് ഈ ക്രമക്കേട് പുറത്തു വരുന്നത്. ഈ ക്രമക്കേട് വന്ന് പിടിക്കപ്പെടാപ്പെടും എന്ന നിലയിലായപ്പോൾ, മാത്രമല്ല PCIT റെയ്ഡിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഉൾപ്പെടെ രേഖകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിന് ഇവിടെ CMR അപേക്ഷ സമർപ്പിച്ചു. എന്താണ്? ഞങ്ങൾ ഈ വിഷയം, ഞങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞ് നമ്മൾ കുറ്റം സമ്മതിച്ച് ഈ വിഷയം തീർക്കാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറാണ് എന്ന് പറഞ്ഞ് 135 കോടി രൂപയുടെ തിരിമറി സ്വയം സമ്മതിച്ചാണ് ഈ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വരുന്നത്. അതിന് CMRL കമ്പനി പിഴയടയ്ക്കുകയും ചെയ്തു. അങ്ങനെ പിഴയടച്ച ഈ കമ്പനിക്ക് 135 എന്നുള്ള ക്രമക്കേട് അത് ആ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ബോധിപ്പിച്ചിട്ടുള്ള കണക്കിൽ മറ്റെന്തെങ്കിലും മാറ്റമുണ്ടായാൽ, അതായത് അവർ പറഞ്ഞിട്ടുള്ള കണക്കുകൾ പൂർണ്ണമായും സത്യമായിരിക്കണം, ആ സത്യമല്ലാതെ ആ കണക്കുകൾക്ക് വ്യത്യാസമുണ്ടായ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് ബാധകമല്ല. അതായത് ഇപ്പോൾ അടച്ചതിൻ്റെ 3 ഇരട്ടി ഫൈൻ അടയ്ക്കേണ്ടി വരും. മാത്രമല്ല അവർക്ക് മറ്റൊരു ഇമ്മ്യൂണിറ്റി, അത് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉൾപ്പെടെ, ഇത് ഇൻകം ടാക്സ് ഇമ്മ്യൂണിറ്റി മാത്രമേ ഇതിനുള്ളൂ, ഒരു ഇമ്മ്യൂണിറ്റി മാത്രമല്ല, ഇത് ഞാൻ ഉൾപ്പെടെ അപ്പോൾ 3 ഷെയർ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. CMRൻ്റെ ഷെയർ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. CMRൻ്റെ ഷെയർ ഹോൾഡറായ കേരള സംസ്ഥാന സർക്കാരിന് 13.4%, 182 കോടി രൂപയുടെ ഷെയർ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 24 കോടി 90 ലക്ഷം രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാർ ആയ പ്രതികളിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ മുഖ്യമന്ത്രിയുടെ കമ്പനിയുടെ ഗ്യാരണ്ടിയർ, അതുകൂടെ പറഞ്ഞേക്കാം, മുഖ്യമന്ത്രിയുടെ കമ്പനിയുടെ ഈ സിംഗിൾ ഡയറക്ടർ ഓണർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ മകളുടെ കമ്പനിയുടെ ഏക ഗ്യാരണ്ടിയർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ്. ശരി, അരുൺ, മറുപടി ഉണ്ടോ? ഇതൊക്കെ കുറെ നാളായിട്ട് നമ്മൾ കേട്ടതല്ലേ. അതായത് 2023 ഏകദേശം ഓഗസ്റ്റ് മാസം തൊട്ട് കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലാതെ പുതുതായിട്ടൊന്നുമില്ല. ഈ രാജ്യത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയല്ലേ ഹൈക്കോടതി, അതുപോലെ തന്നെ വിജിലൻസ് കോടതി. ഈ SFIO എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഏജൻസി മാത്രമാണ്. ഒരു അന്വേഷണ ഏജൻസി പറയുന്നതാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി പറയുന്നതാണോ വലുത്? അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ KSIDCയുടെ ഹർജി ആയാലും വീണ കർണാടകയിൽ കൊടുത്ത ഹർജി ആയാലും അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന തീരുമാനം 2 ഹൈക്കോടതികളിൽ നിന്ന് വന്നില്ലേ? അപ്പോൾ ഈ വിജിലൻസ് കോടതിയുടെ തീരുമാനം മാത്രമാണ് അന്തിമം എന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാനാവും? അല്ല സ്മൃതി, ഇത് ശരിയല്ല. ഒരു വാചകം പറയുമ്പോഴേക്കും നിങ്ങൾ ഇടപെടുന്നത് ശരിയല്ല, മര്യാദകേടാണ്. ഞങ്ങളൊക്കെ 1 മണിക്കൂർ സമയം ഈ ചർച്ചയുടെ ഭാഗമായി പറയുന്നത് പാർട്ടിയുടെ നിലപാടും കൃത്യമായും ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോഴും ഒറ്റ വാചകത്തിൽ താങ്കൾ ഇടപെട്ടു. എന്നാൽ ഷോൺ ജോർജിന്റെ 5 മിനിറ്റിൽ താങ്കൾക്ക് ഇടപെടലില്ല. ഈ മര്യാദകേട് തുടരരുത്. രണ്ടാമത്തെ കാര്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഏറ്റവും മുതിർന്ന കോടതികളിൽ ഒന്നാണ്. അതിന്റെ മുകളിൽ ഒരു കോടതിയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ഒരു തരത്തിലും ഈ കേസിൽ 1 രൂപ പോലും ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഗവൺമെന്റുമായോ മുഖ്യമന്ത്രിയായോ മന്ത്രിമാരായോ കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു രേഖ പോലും ഈ കേസിലെ ആരുടെയും കയ്യിലില്ല. ശ്രീ മാത്യു കുഴൽനാടനും കൊണ്ടുവന്നില്ല, ഗിരീഷ് ബാബുവും കൊണ്ടുവന്നില്ല, ആരും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് അന്വേഷണം നടത്താൻ, ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ, അന്വേഷണം ആരംഭിക്കാൻ പോലും യോഗ്യമല്ലാത്ത കേസെന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ്. അതുപോലെ 3 വിജിലൻസ് കോടതിയാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചു, ഹൈക്കോടതി അതിന്റെ കേസ് വാദം കേട്ടു, വിധി പറയാൻ മാറ്റി. എന്താ സ്റ്റേ? അന്ന് FIR, അന്ന് അന്വേഷണമുള്ളൂ. കുറ്റപത്രം കൊടുത്താൽ ഇനി കുറ്റപത്രത്തിന്റെ മേലാണ് വാദം നടക്കേണ്ടത്. കാരണം ഈ കോടതിയുടെ പരിഗണനയിൽ, ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ കുറ്റപത്രം ഇല്ല.
ഇനിയിപ്പോ ഒന്നാന്ന് തുടങ്ങണം. ആ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിയമപരമാണോ എന്ന ആദ്യം മുതൽ കേസ് തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആരെങ്കിലും ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കിയോ, ഇല്ലീഗൽ ലോസ് ഉണ്ടാക്കിയോ, ഏതെങ്കിലും കമ്പനിക്ക് ഇതുകൊണ്ട് നഷ്ടമുണ്ടായോ, അതുപോലെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ, അതുപോലെ ക്രെഡിറ്റേഴ്സിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ, ഇനി അതർ പേഴ്സൺ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടമുണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയാലല്ലേ 447 വരൂ. ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? 95 കോടി രൂപ ഇതേ കമ്പനി രാഷ്ട്രീയക്കാർക്ക്, മാധ്യമപ്രവർത്തകർക്ക്, അമ്പലത്തിന്, പള്ളിക്ക് ഒക്കെ കൊടുക്കുന്നു. അതിൽ അന്വേഷണമില്ല. 135 കോടി രൂപ ഇതെല്ലാം കൂടെ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ ബാങ്ക് രേഖകളില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.